ഇവേ കഴിഞ്ഞ ദിവസം നീ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു? പിന്നെ അത് എങ്ങനെയുണ്ടോ വണ്ടി? ഞാനതിനെ അരുണിന് വേണ്ടിട്ട് നോക്കിയതാ. സംഭവം സെറ്റായിരുന്നു. അത് എന്തോ ഒരുപാട് ഓടിയിട്ടുള്ള വണ്ടിയാണോ? 3 വർഷം പഴക്കം. 3 വർഷം പഴക്കമുള്ളോ? ആ 3 വർഷം പഴക്കം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പഴക്കമില്ലടാ. സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുമ്പോ സെക്കൻഡോ ഇപ്പം ഇവന്റെ അടുത്ത് വരുമ്പോ സെക്കൻഡ് ഓണോ അങ്ങനെയാണോ? അങ്ങനെയാണല്ലോ. അത് പാർട്സ് ഒക്കെ എങ്ങനെയുണ്ടോ? സെക്കൻഡ് ഹാൻഡ് അല്ലേ? അതൊക്കെ തട്ടലും മുട്ടലും വല്ലതും ഉണ്ടോ? തട്ടുമുട്ടും സെക്കൻഡ് ഹാൻഡ് അല്ലേ? തട്ടുമുട്ടും ഒക്കെ കാണും. റീപ്ലേസ്മെന്റ് വല്ലതും ഉണ്ടോ? അറിയില്ല. പിന്നെ നീ എന്തുവാ സെക്കൻഡ് ഹാൻഡ് വണ്ടിയും കൊണ്ടുപോകുന്നത്? സെക്കൻഡ് ഹാൻഡ് നോക്കുമ്പം നമ്മളങ്ങനെ നോക്കിയില്ല. പക്ഷെ ആ റീപ്ലേസ് ഒന്നും ഇല്ല. സൂപ്പർ ബമ്പറും ബോണറ്റും വണ്ടി ക്വാളിറ്റി ബ്രാൻഡ് കമ്പനികളിലാണ്. കമ്പനിയൊക്കെ ബ്രാൻഡ് ഇവൻ എന്നോട് പറഞ്ഞത് ചെയ്യാൻ നോക്കിയത് അത് പെർഫോമൻസ് ലെവലാകുമ്പോ നോക്കാം. ഞാനിപ്പോ ഇപ്പൊ ഭയങ്കര എടാ ഓടിച്ചു നോക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇത് സംഭവം എന്ന് പറയാ ചെറുതെ, ഇത് വണ്ടിയല്ലടാ. ഇവനൊരു പെണ്ണ് നോക്കിയതാ. അരുണിനൊരു പെണ്ണ് നോക്കി. ആ പെണ്ണ് നോക്കിയതിന്റെ ഡീറ്റെയിൽസ് അവൻ പറഞ്ഞത്. ഓടിച്ചു നോക്കാൻ ചെന്ന ഇവനെ പിടിച്ചിട്ട് ഇടിക്കത്തില്ല. ഞാൻ ഓടിച്ചു നോക്കാനായിട്ട് അവൻ ചോദിച്ചിട്ടില്ല. വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു. അത് അച്ഛനും ആംഗ്ലമാരും കൂടെ അങ്ങനെ ഏറി നിർത്തിയ ഓടിച്ചു നോക്കാൻ പോയിരുന്നെങ്കിൽ. ഇത് മറ്റേ മമ്മൂട്ടി ശ്രീനിവാസനും കൂടെയാണോ? പെണ്ണ് കാണാൻ ശ്രീധരനായിട്ട് വണ്ടി കൊടുക്കും. ഉമ്മർക്ക് മറ്റേ മീൻ എടുക്കാൻ പോകാൻ ഇവന്മാര് വന്ന് നോക്കുന്ന പെണ്ണിനെ പറ്റി ഒന്നും അറിയണ്ട. വണ്ടി നോക്കിയിട്ട് ഫൈനലിനും വേറെ ആരണ്ടുണ്ട്. ഇവന്മാരണ്ടോടെ പോയിട്ട് അകത്ത് മമ്മൂട്ടി ചായ പിടിച്ചോണ്ടിരിക്കുമ്പോ ഇവന്മാര് പുറത്തേട്ട് ബമ്പർ പോയതാന്ന് തോന്നുകയാണ്. അതുകൊണ്ട് കുറെ ഡയലോഗ് അടിക്കുന്നുണ്ട്. ലാസ്റ്റ് മമ്മൂട്ടിയും ചാടി ഇറങ്ങും. ലാസ്റ്റ് അവർക്ക് ഓക്കെ വണ്ടി മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെടും. ഓക്കെ എല്ലാം സെറ്റ് അതിനൊക്കെ ഉള്ളു. ഇപ്പം 30-ാം വയസ്സിൽ സെക്കൻഡ് ഹാൻഡ് നോക്കുമ്പോ നമ്മളിപ്പോ എന്നാ പറയാനായിരുന്നു. ഞാനിപ്പോ നോക്കുന്നതെന്ന് അറിയാം. ഇപ്പൊ എന്തായാലും ഇത്രയും ഇല്ല. ഞാൻ ആലോചിക്കുന്നതേ ഇപ്പം സംഭവങ്ങൾ എല്ലാത്തിനും ഇപ്പൊ സൂപ്പർ മാർക്കറ്റായി ഇല്ലേ? ഇപ്പൊ ബിവറേജസും സൂപ്പർ മാർക്കറ്റായി. പിന്നെ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകാൻ സൂപ്പർ മാർക്കറ്റായി. അങ്ങനെ എല്ലാത്തിനും സൂപ്പർ മാർക്കറ്റായല്ലോ. അപ്പോ ഈ നമ്മുടെ യൂസഫ് മാമ ഉണ്ടല്ലോ, പുള്ളി വിചാരിക്കുവാണെങ്കിൽ ഈ മാട്രിമോണി മാറ്റിയിട്ട് ഇതിനൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും? അതായത് ഇപ്പൊ മറ്റേ മല്ലിപ്പൊടിയും മുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ ട്രാക്കിലിരിക്കുന്ന പോലെ ഈ കല്യാണം കഴിക്കാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും ട്രാക്കിൽ കയറിയിരുന്നത് എങ്ങനെയുണ്ട്? അത് എന്നിട്ടുണ്ടല്ലോ പറയട്ടെ, എന്നിട്ടുണ്ടല്ലോ ഈ മറ്റേ ഈ മുളക് പൊടി മല്ലിപ്പൊടിനൊക്കെ ഓഫർ ഇടുമല്ലോ ഫെസ്റ്റിവൽ വരുമ്പോ. ബൈ 1 get 1 ഫ്രീ അല്ലെങ്കിൽ ബൈ 2 get 1 ഫ്രീ അങ്ങനെ ഓഫർ ഇടുമല്ലോ. അപ്പം ഈ ഒരുപാട് കല്യാണം, അതായത് ഒരുപാട് നാളായിട്ടിരിക്കുന്ന ചെറുക്കനും പെണ്ണും ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്കും ഇതേപോലെ തന്നെ ഓഫർ ഇടും. അതായത് 2 വണ്ടിന് എടുക്കുന്നതിന് ഒരാണിന് ഫ്രീ, അല്ലെങ്കിൽ 2 പേര്. അതെങ്ങനെയുണ്ടാവും? അടിപൊളിയല്ലേ? അത് അടിപൊളിയല്ലേ?